എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യ ഓസ്ട്രേലിയ മൂന്നാം ടെസ്റ്റിന്റെ മൂന്നാം ദിനം ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. ഇന്ന് നാണംകെട്ട തോൽവിയിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഇന്ത്യയെ രക്ഷിച്ചത് മഴയായിരുന്നു. ഒന്നാം ഇന്നിംഗ്സ് ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യ 4-48 എന്ന നിലയിൽ എത്തുമ്പോഴാണ് മഴയെത്തിയത്. 2 വിക്കറ്റ് നേടിയ മിച്ചൽ സ്റ്റാർക്കാണ് ഒന്നാം ഇന്നിംഗ്സിൽ ഇന്ത്യയെ തകർത്തത്. വിരാട് കോഹ്ലി ഒരിക്കൽ കൂടി നിരാശപ്പെടുത്തി. KL രാഹുൽ ക്രീസിലുണ്ട്. രോഹിത് ശർമ്മയാണ് അദ്ദേഹത്തിന് കൂട്ട്. ബ്രിസ്ബെയിനിൽ ഓസീസിന്റെ ഒന്നാം ഇന്നിംഗ്സ് സ്കോർ 445-ൽ ഒതുക്കിയിരുന്നു ഇന്ത്യ. നേരത്തെ 6 വിക്കറ്റ് വീഴ്ത്തിയ ജസ്പ്രീത് ബുംറയാണ് ഇന്ത്യൻ പേസർമാരിൽ തിളങ്ങിയത്. ട്രാവിസ് ഹെഡ്, സ്റ്റീവൻ സ്മിത്ത്, അലക്സ് ക്യാരി എന്നിവരുടെ ഇന്നിംഗ്സുകളാണ് ഓസീസിനെ മികച്ച സ്കോറിലേക്ക് നയിച്ചത്. ഇന്ന് രണ്ടാം തവണയാണ് മത്സരം മഴകളി മുടക്കുന്നത്. ആദ്യ തവണ മഴയ്ക്ക് ശേഷം മത്സരം ആരംഭിച്ചപ്പോൾ ഋഷഭ് പന്തിന്റെ വിക്കറ്റ് ഇന്ത്യക്ക് നഷ്ടമായി. പാറ്റ് കമ്മിൻസിന്റെ പന്തിൽ വിക്കറ്റ് കീപ്പർ അലക്സ് ക്യാരിക്ക് ക്യാച്ച് നൽകിയാണ് പന്ത് മടങ്ങുന്നത്. യശസ്വി ജയ്സ്വാളിന്റെ വിക്കറ്റാണ് ഇന്ത്യക്ക് ആദ്യം നഷ്ടമാകുന്നത്. മിച്ചൽ സ്റ്റാർക്കിന്റെ പന്തിൽ മിച്ചൽ മാർഷിന് ക്യാച്ച്. സ്റ്റാർക്കിന്റെ തന്നെ അടുത്ത ഓവറിൽ ശുഭ്മാൻ ഗില്ലും മടങ്ങി. മാർഷിൻ തന്നെയായിരുന്നു ക്യാച്ച്. കോഹ്ലി ജോഷ് ഹേസൽവുഡിന് മുന്നിലും കീഴടങ്ങി. ഓഫ് സ്റ്റംപിന് പുറത്തുപോയ പന്തിൽ വിക്കറ്റ് കീപ്പർക്ക് ക്യാച്ച്. മൂന്നാം ദിനം 7-405 എന്ന നിലയിലാണ് ഓസീസ് ബാറ്റിംഗ് തുടങ്ങിയത്. 40 റൺസിനിടെ ശേഷിക്കുന്ന വിക്കറ്റുകളും ആദ്യത്തേക്ക് നഷ്ടമായി. സ്റ്റാർക്കാണ് ആദ്യം മടങ്ങുന്നത്. ബുംറയ്ക്കായിരുന്ന വിക്കറ്റ്. പിന്നാലെ ലിയോൺ, ക്യാരി എന്നിവരെ സിറാജും ആകാശ് ദീപും മടക്കി. 88 പന്തുകൾ നേരിട്ട ക്യാരി 2 സിക്സും 7 ഫോറും നേടി. കൂറ്റൻ സ്കോറിലേക്ക് കുതിക്കുകയായിരുന്ന ഓസീസിനെ ബുംറയുടെ ട്രിപ്പിൾ സ്ട്രൈക്കിലാണ് രണ്ടാം ദിനം ഇന്ത്യ 400-ലെങ്കിലും പിടിച്ചു നിർത്തിയത്. സെഞ്ചുറി നേടിയ സ്റ്റീവ് സ്മിത്തിനെ രണ്ടാം ന്യൂ ബോൾ എടുത്ത ശേഷം ആദ്യം സ്ലിപ്പിൽ രോഹിത്തിന്റെ കൈകളിലെത്തിച്ച ബുംറ പിന്നീട് ഒരോവറിൽ മിച്ചൽ മാർഷിനെയും ട്രാവിസ് ഹെഡിനെയും ഒരോവറിൽ പുറത്താക്കി. 316-3 എന്ന ശക്തമായ നിലയിലായിരുന്ന ഓസീസിനെ 327-6 എന്ന നിലയ്ക്ക് തള്ളിയിട്ടെങ്കിലും അലക്സ് ക്യാരിയും പാറ്റ് കമ്മിൻസും ചേർന്ന കൂട്ടുകെട്ട് ഓസീസിനെ സുരക്ഷിത സ്കോറിലെത്തിച്ചു. 114 പന്തിൽ ഹെഡ് പരമ്പരയിലെ തുടർച്ചയായ രണ്ടാം സെഞ്ചുറിയിലെത്തിയപ്പോൾ 185 പന്തിലാണ് സ്മിത്ത് ഇന്ത്യക്കെതിരായ 10ാമത്തെയും കരിയറിലെ 33ാമത്തെയും ടെസ്റ്റ് സെഞ്ചുറി കുറിച്ചത്. എന്തായാലും ഇന്ന് ഇന്ത്യയെ രക്ഷിച്ചത് മഴയാണ്. ഇനി അവശേഷിക്കുന്ന 2 ദിവസങ്ങളിൽ ഇന്ത്യ ശ്രദ്ധിച്ചു കഴിച്ചാൽ ഇന്ത്യക്ക് മൂന്നാം ടെസ്റ്റ് സമനിലയാക്കാം. അങ്ങനെ വീണ്ടും ഇന്ത്യ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ സാധ്യത നിലനിർത്തിയിരിക്കുകയാണ്. ബാറ്റിംഗിലും ബൗളിംഗിലും മോശം പ്രകടനം കാഴ്ചവെക്കുന്ന ഇന്ത്യയെ ഇനി ആര് രക്ഷിക്കും എന്നാണ് ആരാധകർ ചോദിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.